ലേവ്യ പുസ്തകം 12-ാം അധ്യായം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഒരു സ്ത്രീ ഗർഭം ധരിച്ച് ആൺകുഞ്ഞിനെ പ്രസവിച്ചാൽ അവൾ 7 ദിവസം അശുദ്ധയായിരിക്കണം. ഋതുവിൻ്റെ മാലിന്യകാലത്ത് എന്ന പോലെ അവൾ അശുദ്ധയായിരിക്കണം. 8-ാം ദിവസം അവൻ്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം. പിന്നെ അവൾ 33 ദിവസം തൻ്റെ രക്തശുദ്ധീകരണത്തിലിരിക്കണം. അവളുടെ ശുദ്ധീകരണ കാലം തികയുന്നതുവരെ അവൾ യാതൊരു വിശുദ്ധ വസ്ത്രവും തൊടരുത്, വിശുദ്ധ മന്ദിരത്തിലേക്ക് വരികയും അരുത്. പെൺകുഞ്ഞിനെ പ്രസവിച്ചാൽ അവൾ 2 ആഴ്ച വട്ടം ഋതുകാലത്തെന്ന പോലെ അശുദ്ധയായിരിക്കണം. പിന്നെ 66 ദിവസം തൻ്റെ രക്തശുദ്ധീകരണത്തിലിരിക്കണം. മകന് വേണ്ടിയോ മകൾക്ക് വേണ്ടിയോ അവളുടെ ശുദ്ധീകരണ കാലം തികഞ്ഞ ശേഷം അവൾ 1 വയസ്സ് പ്രായമുള്ള ആട്ടിൻകുട്ടിയെ ഹോമയാഗത്തിനായിട്ടും ഒരു പ്രാവിൻ കുഞ്ഞിനെ ഒരു കുറുപ്രാവിനോ പാപയാഗത്തിനായിട്ടും സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരണം. അവനത് യഹോവയുടെ സന്നിധിയിൽ അർപ്പിച്ച് പ്രായശ്ചിത്തം കഴിക്കണം. എന്നാൽ അവളുടെ രക്തസ്രവം നിന്നിട്ട് അവൾ ശുദ്ധയാകും. ഇത് ആൺകുഞ്ഞിനെയോ പെൺകുഞ്ഞിനെയോ പ്രസവിച്ചവൾക്കുള്ള പ്രമാണം. ആട്ടിൻകുട്ടിക്ക് അവളുടെ പക്കൽ വകയില്ല എങ്കിൽ അവൾ 2 കുറുപ്രാവിനെയോ 2 പ്രാവിൻ കുഞ്ഞിനെയോ ഒന്നിനെ ഹോമയാഗത്തിനും മറ്റതിനെ പാപയാഗത്തിനുമായി കൊണ്ടുവരണം. പുരോഹിതൻ അവൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം, എന്നാൽ അവൾ ശുദ്ധയാകും. 13-ാം അധ്യായം. യഹോവ പിന്നെയും മോശയോടും അഹരോനോടും അരുളി ചെയ്തത് എന്തെന്നാൽ, ഒരു മനുഷ്യൻ്റെ ത്വക്കിന്മേൽ തിണർപ്പോ ചുണങ്ങോ വെളുത്ത പുള്ളിയോ ഇങ്ങനെ കുഷ്ഠത്തിൻ്റെ വടു കണ്ടാൽ അവനെ പുരോഹിതനായ അഹരോൻ്റെ അടുക്കലോ പുരോഹിതന്മാരായ അവൻ്റെ പുത്രന്മാരിൽ ഒരുത്തൻ്റെ അടുക്കലോ കൊണ്ടുവരേണം. പുരോഹിതൻ ത്വക്കിന്മേലുള്ള വടു നോക്കേണം. വടുവിനകത്തുള്ള രോമം വെളുത്തതും വടു ത്വക്കിനേക്കാൾ കുഴിഞ്ഞതുമായി കണ്ടാൽ അത് കുഷ്ഠലക്ഷണം. പുരോഹിതൻ അവനെ നോക്കി അശുദ്ധനെന്ന് വിധിക്കണം. അവൻ്റെ ത്വക്കിന്മേൽ പുള്ളി വെളുത്തതും ത്വക്കിനേക്കാളും കുഴിഞ്ഞിരിക്കാത്തതും അതിനകത്തുള്ള രോമം വെളുത്തിരിക്കാത്തതുമായി കണ്ടാൽ പുരോഹിതൻ ആ ലക്ഷണമുള്ളവനെ 7 ദിവസത്തേക്ക് അകത്താക്കി അടയ്ക്കണം. 7-ാം ദിവസം പുരോഹിതൻ അവനെ നോക്കണം. വടു ത്വക്കിന്മേൽ പരക്കാതെ കണ്ട സ്ഥിതിയിൽ നിൽക്കുന്നെങ്കിൽ പുരോഹിതൻ 2-ാം പ്രാവശ്യം അവനെ 7 ദിവസത്തേക്ക് അകത്താക്കി അടയ്ക്കണം. 7-ാം ദിവസം പുരോഹിതൻ അവനെ വീണ്ടും നോക്കണം. വടു മങ്ങിയതായും ത്വക്കിന്മേൽ പരക്കാതെയും കണ്ടാൽ പുരോഹിതൻ അവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കണം. അത് ചുണങ്ങത്രേ. അവൻ വസ്ത്രം അലക്കി ശുദ്ധിയുള്ളവനായിരിക്കണം. അവൻ ശുദ്ധീകരണത്തിനായി തന്നെത്താൻ പുരോഹിതനെ കാണിച്ച ശേഷം ചുണങ്ങ് ത്വക്കിന്മേൽ അധികമായി പരന്നാൽ അവൻ പിന്നെയും തന്നെത്താൻ പുരോഹിതനെ കാണിക്കണം. ചുണങ്ങും ത്വക്കിന്മേൽ പരക്കുന്നു എന്ന് പുരോഹിതൻ കണ്ടാൽ പുരോഹിതൻ അവനെ അശുദ്ധനെന്ന് വിധിക്കണം. അത് കുഷ്ഠം തന്നെ. കുഷ്ഠത്തിൻ്റെ ലക്ഷണം ഒരു മനുഷ്യനിൽ ഉണ്ടായാൽ അവനെ പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരേണം. പുരോഹിതൻ അവനെ നോക്കണം. ത്വക്കിന്മേൽ വെളുത്ത തിണർപ്പുണ്ടായിരിക്കുകയും അതിലെ രോമം വെളുത്തിരിക്കുകയും തിണർവിൽ പച്ചമാംസത്തിൻ്റെ ലക്ഷണം ഉണ്ടായിരിക്കുകയും ചെയ്താൽ അതവൻ്റെ ത്വക്കിൽ പഴകിയ കുഷ്ഠമാകുന്നു. പുരോഹിതൻ അവനെ അശുദ്ധനെന്ന് വിധിക്കണം. അവൻ അശുദ്ധനാകൊണ്ട് അവനെ അകത്താക്കി അടയ്ക്കരുത്. കുഷ്ഠം ത്വക്കിൽ അധികമായി പരന്ന് രോഗിയുടെ തല തൊട്ട് കാൽ വരെ പുരോഹിതൻ കാണുന്നിടത്തൊക്കെയും വടു ത്വക്കിൽ ആസകലം മൂടിയിരിക്കുന്നു എങ്കിൽ പുരോഹിതൻ നോക്കണം. കുഷ്ഠം അവൻ്റെ ദേഹത്തെ മുഴുവനും മൂടിയിരുന്നാൽ അവൻ വടുവുള്ളവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കണം. ആസകലം വെള്ളയായി തീർന്നു അവൻ ശുദ്ധിയുള്ളവന് ആകുന്നു. എന്നാൽ പച്ചമാംസം അവനിൽ കണ്ടാൽ അവൻ അശുദ്ധൻ. പുരോഹിതൻ പച്ചമാംസം നോക്കി അവനെ അശുദ്ധനെന്ന് വിധിക്കണം. പച്ചമാംസം അശുദ്ധം, അത് കുഷ്ഠം തന്നെ. എന്നാൽ പച്ചമാംസം മാറി വെള്ളയായി തീർന്നാൽ അവൻ പുരോഹിതൻ്റെ അടുക്കൽ വരേണം. പുരോഹിതൻ അവനെ നോക്കണം. വടു വെള്ളയായി തീർന്നു എങ്കിൽ പുരോഹിതൻ വടുവുള്ളവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കണം. അവൻ ശുദ്ധിയുള്ളവൻ തന്നെ. ദേഹത്തിൻ്റെ ത്വക്കിൽ പരു ഉണ്ടായിരുന്നിട്ട് സൗഖ്യമായ ശേഷം പരുവിൻ്റെ സ്ഥലത്ത് വെളുത്ത തിണർപ്പോ ചുവപ്പോടു കൂടിയ വെളുത്ത പുള്ളിയോ ഉണ്ടായാൽ അത് പുരോഹിതനെ കാണിക്കണം. പുരോഹിതൻ അത് നോക്കണം. അത് ത്വക്കിനേക്കാൾ കുഴിഞ്ഞതും അതിലെ രോമം വെളുത്തതുമായി കണ്ടാൽ പുരോഹിതൻ അവനെ അശുദ്ധനെന്ന് വിധിക്കണം. അത് പരുവിൽ നിന്നുണ്ടായ കുഷ്ഠരോഗം. എന്നാൽ പുരോഹിതൻ അത് നോക്കി അതിൽ വെളുത്ത രോമമില്ലാതെയും അത് ത്വക്കിനേക്കാൾ കുഴിഞ്ഞിരിക്കാതെയും നിറം മങ്ങിയും കണ്ടാൽ പുരോഹിതൻ അവനെ 7 ദിവസത്തേക്ക് അകത്താക്കി അടയ്ക്കണം. അത് ത്വക്കിന്മേൽ അധികം പരന്നാൽ പുരോഹിതൻ അവനെ അശുദ്ധനെന്ന് വിധിക്കണം. അത് കുഷ്ഠലക്ഷണം തന്നെ. എന്നാൽ വെളുത്ത പുള്ളി പരക്കാതെ കണ്ട നിലയിൽ തന്നെ നിന്നു എങ്കിൽ അത് പരുവിൻ്റെ വടുവത്രേ. പുരോഹിതൻ അവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കണം. അല്ലെങ്കിൽ ദേഹത്തിൻ്റെ ത്വക്കിൽ തീപ്പൊള്ളലുണ്ടായി പൊള്ളലിൻ്റെ വടു ചുവപ്പോടുകൂടി വെളുത്തു തന്നെയോ ഇരിക്കുന്ന പുള്ളിയായി തീർന്നാൽ പുരോഹിതൻ അത് നോക്കണം. പുള്ളിയിലെ രോമം വെള്ളയായി തീർന്ന് ത്വക്കിനേക്കാൾ കുഴിഞ്ഞു കണ്ടാൽ പൊള്ളലുണ്ടായ കുഷ്ഠം ആകിയാൽ പുരോഹിതൻ അവനെ അശുദ്ധനെന്ന് വിധിക്കണം. അത് കുഷ്ഠലക്ഷണം തന്നെ. എന്നാൽ പുരോഹിതൻ അത് നോക്കിയിട്ട് പുള്ളിയിൽ വെളുത്ത രോമമില്ലാതെയും അത് ത്വക്കിനേക്കാൾ കുഴിഞ്ഞിരിക്കാതെ നിറം മങ്ങിയും കണ്ടാൽ പുരോഹിതൻ അവനെ 7 ദിവസത്തേക്ക് അകത്താക്കി അടയ്ക്കണം. 7-ാം ദിവസം പുരോഹിതൻ അവനെ നോക്കണം. അത് ത്വക്കിന്മേൽ പരന്നിരുന്നാൽ
പുരോഹിതൻ അവനെ അശുദ്ധനെന്ന് വിധിക്കണം. അത് കുഷ്ഠലക്ഷണം തന്നെ. എന്നാൽ പുള്ളി ത്വക്കിന്മേൽ പരക്കാതെ കണ്ട നിലയിൽ തന്നെ നിൽക്കുകയും നിറം മങ്ങിയിരിക്കുകയും ചെയ്താൽ അത് തീപ്പൊള്ളലിൻ്റെ തിണർപ്പാകുന്നു. പുരോഹിതൻ അവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കണം. അത് തീപ്പൊള്ളലിൻ്റെ തിണർപ്പത്രേ. ഒരു പുരുഷനെങ്കിലും ഒരു സ്ത്രീക്കെങ്കിലും തലയിലോ താടിയിലോ ഒരു വടു ഉണ്ടായാൽ പുരോഹിതൻ വടു നോക്കണം. അത് ത്വക്കിനേക്കാൾ കൊഴിഞ്ഞും അതിൽ പൊൻനിറമായി നേർമയുള്ള രോമം ഉള്ളതായും കണ്ടാൽ പുരോഹിതൻ അവനെ അശുദ്ധനെന്ന് വിധിക്കണം. അത് പുറ്റാകുന്നു. തലയിലോ താടിയിലോ ഉള്ള കുഷ്ഠം തന്നെ. പുരോഹിതൻ പുറ്റിൻ്റെ വടുവിനെ നോക്കുമ്പോൾ അത് ത്വക്കിനേക്കാൾ കൊഴിഞ്ഞിരിക്കാതെയും അതിൽ കറുത്ത രോമം ഇല്ലാതെയും കണ്ടാൽ പുരോഹിതൻ പുറ്റുവടു ഉള്ളവനെ 7 ദിവസത്തേക്ക് അകത്താക്കി അടയ്ക്കണം. 7-ാം ദിവസം പുരോഹിതൻ വടുവിനെ നോക്കണം. പുറ്റു പരക്കാതെയും അതിൽ പൊൻനിറമുള്ള രോമം ഇല്ലാതെയും പുറ്റിൻ്റെ കാഴ്ച ത്വക്കിനേക്കാൾ കൊഴിഞ്ഞിരിക്കാതെയും ഇരുന്നാൽ അവൻ ക്ഷൗരം ചെയ്യിക്കണം. എന്നാൽ പുറ്റിൽ ക്ഷൗരം ചെയ്യരുത്. പുരോഹിതൻ പുറ്റുള്ളവനെ പിന്നെയും 7 ദിവസത്തേക്ക് അകത്താക്കി അടയ്ക്കണം. 7-ാം ദിവസം പുരോഹിതൻ പുറ്റു നോക്കണം. പുറ്റു ത്വക്കിന്മേൽ പരക്കാതെയും കാഴ്ചയ്ക്ക് ത്വക്കിനേക്കാൾ കുഴിഞ്ഞിരിക്കാതെയും ഇരുന്നാൽ പുരോഹിതൻ അവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കണം. അവൻ വസ്ത്രം അലക്കി ശുദ്ധിയുള്ളവനായിരിക്കണം. എന്നാൽ അവൻ്റെ ശുദ്ധീകരണത്തിൻ്റെ ശേഷം പുറ്റു ത്വക്കിന്മേൽ പരന്നാൽ പുരോഹിതൻ അവനെ നോക്കണം. പുറ്റ് ത്വക്കിന്മേൽ പരന്നിരുന്നാൽ പുരോഹിതൻ പൊൻനിറമുള്ള രോമം അന്വേഷിക്കേണ്ട, അവൻ അശുദ്ധൻ തന്നെ. എന്നാൽ പുറ്റ് കണ്ട നിലയിൽ തന്നെ നിൽക്കുന്നതായും അതിൽ കറുത്ത രോമം മുളച്ചതായും കണ്ടാൽ പുറ്റ് സൗഖ്യമായി അവൻ ശുദ്ധിയുള്ളവൻ. പുരോഹിതൻ അവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കണം. ഒരു പുരുഷനോ സ്ത്രീക്കോ ദേഹത്തിൻ്റെ ത്വക്കിൽ വെളുത്ത പുള്ളി ഉണ്ടായാൽ പുരോഹിതൻ നോക്കണം. ദേഹത്തിൻ്റെ ത്വക്കിൽ മങ്ങിയ വെള്ളപ്പുള്ളി ഉണ്ടായാൽ അത് ത്വക്കിലുണ്ടാകുന്ന ചുണങ്ങ്, അവൻ ശുദ്ധിയുള്ളവൻ. തലമുടി കൊഴിഞ്ഞവനോ കഷണ്ടിക്കാരനത്രേ, അവൻ ശുദ്ധിയുള്ളവൻ. തലയിൽ മുൻവശത്തെ രോമം കൊഴിഞ്ഞവൻ മുൻകഷണ്ടിക്കാരൻ, അവൻ ശുദ്ധിയുള്ളവൻ. പിൻകഷണ്ടിയിലോ മുൻകഷണ്ടിയിലോ ചുവപ്പോടുകൂടിയ വെള്ളപ്പുള്ളി ഉണ്ടായാൽ അതവൻ്റെ പിൻകഷണ്ടിയിലോ മുൻകഷണ്ടിയിലോ ഉത്ഭവിക്കുന്ന കുഷ്ഠം. പുരോഹിതൻ അത് നോക്കണം. അവൻ്റെ പിൻകഷണ്ടിയിലോ മുൻകഷണ്ടിയിലോ ത്വക്കിൽ കുഷ്ഠത്തിൻ്റെ കാഴ്ച പോലെ വടുവിൻ്റെ തിണർപ്പ് ചുവപ്പോടുകൂടി വെളുത്തതായിരുന്നാൽ അവൻ കുഷ്ഠരോഗി, അവൻ അശുദ്ധൻ തന്നെ. പുരോഹിതൻ അവനെ അശുദ്ധനെന്ന് തീർത്ത് വിധിക്കണം. അവന് തലയിൽ കുഷ്ഠരോഗമുണ്ട്. വടുവുള്ള കുഷ്ഠരോഗിയുടെ വസ്ത്രം കീറിക്കളയണം. അവൻ്റെ തല മൂടാതിരിക്കണം. അവൻ്റെ അധരം മൂടിക്കൊണ്ടിരിക്കുകയും അശുദ്ധൻ അശുദ്ധനെന്ന് വിളിച്ചു പറയുകയും വേണം. അവന് രോഗമുള്ള നാളൊക്കെയും അവൻ അശുദ്ധനായിരിക്കണം. അവൻ അശുദ്ധൻ തന്നെ. അവൻ തനിച്ചു പാർക്കണം. അവൻ്റെ പാർപ്പ് പാളയത്തിന് പുറത്ത് ആയിരിക്കണം. ആട്ടുരോമ വസ്ത്രമോ ചണവസ്ത്രമോ ഏത് വസ്ത്രത്തിലെങ്കിലും ചണം കൊണ്ടോ ആട്ടുരോമം കൊണ്ടോ ഉള്ള പാവിലെങ്കിലും ഊടയിലെങ്കിലും തോലിലെങ്കിലും തോൽ കൊണ്ടുണ്ടാക്കിയ യാതൊരു സാധനത്തിലെങ്കിലും കുഷ്ഠത്തിന് വടുവായി വസ്ത്രത്തിലെങ്കിലും തോലിലെങ്കിലും പാവിലെങ്കിലും ഊടയിലെങ്കിലും തോൽ കൊണ്ടുള്ള യാതൊരു സാധനത്തിലെങ്കിലും ഊട് ഇളമ്പച്ചോ ഇളംചുവപ്പോ ആയിരുന്നാൽ അത് കുഷ്ഠലക്ഷണമാകുന്നു. അത് പുരോഹിതനെ കാണിക്കണം. പുരോഹിതൻ വടു നോക്കി വടുവുള്ളതിന് 7 ദിവസത്തേക്ക് അകത്തിട്ട് അടയ്ക്കണം. അവൻ 7-ാം ദിവസം വടുവിനെ നോക്കണം. വസ്ത്രത്തിലോ പാവിലോ ഊടയിലോ തോൽ കൊണ്ടുണ്ടാക്കിയ യാതൊരു പണിയിലോ വടു പരന്നിരുന്നാൽ ആ വടു കഠിന കുഷ്ഠം, അത് അശുദ്ധമാകുന്നു. വടുവുള്ള സാധനം ആട്ടിൻരോമം കൊണ്ടോ ചണം കൊണ്ടോ ഉള്ള വസ്ത്രമോ പാവോ ഊടയോ തോൽ കൊണ്ടുള്ള എന്തെങ്കിലുമോ ആയിരുന്നാൽ അത് ചുട്ടുകളയണം. അത് കഠിന കുഷ്ഠം, അത് തീയിലിട്ട് ചുട്ടുകളയണം. എന്നാൽ പുരോഹിതൻ നോക്കണം. വടു വസ്ത്രത്തിലോ പാവിലോ ഊടയിലോ തോൽ കൊണ്ടുള്ള യാതൊരു സാധനത്തിലോ പരന്നിട്ടില്ല എങ്കിൽ പുരോഹിതൻ വടുവുള്ള സാധനം കഴുകുവാൻ കൽപ്പിക്കണം. അത് പിന്നെയും 7 ദിവസത്തേക്ക് അകത്തിട്ട് അടയ്ക്കണം. കഴുകിയ ശേഷം പുരോഹിതൻ വടു നോക്കണം. വടു നിറം മാറാതെയും പരക്കാതെയും ഇരുന്നാൽ അത് അശുദ്ധമാകുന്നു. അത് തീയിലിട്ട് ചുട്ടുകളയണം. അത് അതിൻ്റെ അകത്തോ പുറത്തോ തിന്നെടുക്കുന്ന വ്രണം. പിന്നെ പുരോഹിതൻ നോക്കണം. കഴുകിയ ശേഷം വടുവിൻ്റെ നിറം മങ്ങിയെങ്കിൽ അവൻ അതിനെ വസ്ത്രത്തിൽ നിന്നോ തോലിൽ നിന്നോ പാവിൽ നിന്നോ ഊടയിൽ നിന്നോ കീറിക്കളയണം. അത് വസ്ത്രത്തിലോ പാവിലോ ഊടയിലോ തോൽ കൊണ്ടുള്ള യാതൊരു സാധനത്തിലോ കാണുന്നുവെങ്കിൽ അത് പടരുന്നതാകുന്നു. വടുവുള്ളത് തീയിലിട്ട് ചുട്ടുകളയണം. എന്നാൽ വസ്ത്രമോ പാവോ ഊടയോ തോൽ കൊണ്ടുള്ള യാതൊരു സാധനമോ കഴുകിയ ശേഷം വടു അവയിൽ നിന്ന് നീങ്ങിപ്പോയെങ്കിൽ അതിനെ 2-ാം പ്രാവശ്യം കഴുകണം. അപ്പോൾ അത് ശുദ്ധമാകും. ആട്ടുരോമമോ ചണമോ കൊണ്ടുള്ള വസ്ത്രത്തിലെങ്കിലും പാവിലെങ്കിലും ഊടയിലെങ്കിലും തോൽ കൊണ്ടുള്ള യാതൊന്നിലെങ്കിലും ഉള്ള കുഷ്ഠത്തിൻ്റെ വടുവിനെക്കുറിച്ച് അത് ശുദ്ധമെന്നോ അശുദ്ധമെന്നോ വിധിപ്പാനുള്ള പ്രമാണം ഇതുതന്നെ.